ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ. ജൂൺ 29 കണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. കുഞ്ഞിന് പനി പിടിച്ച് നല്ല ഓട്ടത്തിലായിരുന്നു. 2 ദിവസം നല്ല ടെമ്പറേച്ചറും ആയിരുന്നു. ബർത്ത്ഡേ ആണെങ്കിലും കണ്ണനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 2-3 ദിവസം കൂടിയേ ക്ലാസ്സുള്ളൂ. ജൂലൈ 3 സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ക്ലാസ് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ വിട്ടിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും അവൻ തിരിച്ചു വരും. അപ്പോഴേക്ക് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കണം. അതിനു മുമ്പ് കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിലും കൊണ്ടുപോകണം. 2 ദിവസമായിട്ട് അവന് ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞും തന്നെ നിൽക്കുവാണ്. രാവിലെ തന്നെ വിളിച്ച് എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ആസ്റ്ററിലാണ് കേട്ടോ അവനെ കാണിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. 11:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. ഹോസ്പിറ്റലിൽ ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോയിൻമെൻ്റ് എടുത്ത കാരണം പെട്ടെന്ന് കാണിച്ചിട്ട് പോരാൻ പറ്റി. തിരിച്ച് വന്നിട്ട് വേഗം തന്നെ സദ്യയുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയത്. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ പിന്നെ കറികളുടെ പരിപാടികളിലേക്ക് തുടങ്ങി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെ മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. കുഞ്ഞിന് സുഖമില്ലാത്ത കാരണം അവൻ എൻ്റെ പിന്നാലെ തന്നെ നടക്കുമായിരുന്നു. പനിയാണെങ്കിലും ഒരാൾ തന്നാലാവുന്ന പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. സദ്യയെല്ലാം റെഡിയായപ്പോഴേക്കും കണ്ണനും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. സദ്യ വിളമ്പാനുള്ള ഓർഡറൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ വിളമ്പുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സന്തോഷം വേറെ തന്നെയാണല്ലേ. നമ്മൾ വേറെ എവിടെയൊക്കെ പോയി എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു സന്തോഷം ഒരിക്കലും കിട്ടില്ല. ഈ അമ്മമാരുടെയൊക്കെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലേ. എനിക്കും അതുപോലെയാണ് കേട്ടോ. കണ്ണൻ്റെ ഇതുപോലെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്ക് കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കും ഇഷ്ടമാണ്. അവനത് പ്രതീക്ഷിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോഴത്തെ സദ്യയൊക്കെ വിളമ്പി നമുക്കിനി കഴിക്കാം. നാലുപേരും കൂടി കഴിക്കാനിരുന്നിട്ടുണ്ട്. പനിയാണെങ്കിലും നീരൂട്ടനെയും പിടിച്ച് നടുക്കിരുത്തിയിട്ടുണ്ട് കേട്ടോ. അവന് കൊടുക്കാനായിട്ട് കുറച്ച് ബീറ്റ്റൂട്ടും പരിപ്പും ഉപ്പിടുന്നതിന് മുമ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആൾ കഴിക്കുന്നത്. അവന് ഞാൻ സാധാരണ ഗ്രൈൻഡ് ചെയ്താണ് കേട്ടോ കൊടുക്കാറുള്ളത്. ഇങ്ങനെ കഴിക്കാറായിട്ടില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും വെറുതെ ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ പോണ്ട് പാർക്കാണ് അൽനാദ. പറ്റുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പാർക്കാണ് കേട്ടോ ഇത്. വൈകുന്നേരമായിട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വരുന്ന വഴിക്കൊരു ഫുൾ മൂണും കണ്ടു കേട്ടോ. നല്ല രസമില്ലേ?
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.